ബിഗ് ബോസ് ആണെന്ന് ശരിക്കും ഒരു കളി കളിച്ചതായിട്ട് എനിക്ക് തോന്നിയത് ആ ഒരു ക്യാപ്റ്റൻസിയില്. ആദ്യമേ ബിഗ് ബോസിനെ വേണമെങ്കിൽ പറയാമായിരുന്നു ആ ഒരു ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ്സിന്റെ കാര്യം. പക്ഷെ ബിഗ് ബോസ് അത് മറച്ചു വെച്ചു. അവസാനമാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. എല്ലാരും പ്ലാനിങ് ഒക്കെ കഴിഞ്ഞ് ലിവിംഗ് റൂമിൽ വന്നിരുന്നപ്പോഴാണ് ബിഗ് ബോസ് ഈ ഒരു കാര്യം പറഞ്ഞത്. അപ്പോ ശ്രീരേഖയും ജയദീപും നന്ദനയും അങ്ങ് എണീറ്റ് നിൽക്കുകയായിരുന്നു. ജയദീപും നന്ദനയും ഗ്രൂപ്പിൽ വെച്ച് തന്നെ പറഞ്ഞിരുന്നു ക്യാപ്റ്റൻ ആവാൻ ആഗ്രഹമുണ്ട് എന്ന്. പക്ഷെ സായി സമ്മതിപ്പിച്ചെടുത്താണ് അവര് ജിൻഡോയെ സ്ഥാനാർത്ഥിയായിട്ട് തെരഞ്ഞെടുത്തത്. പക്ഷെ ഗ്രൂപ്പിൽ വെച്ച് ഡിസ്കസ് ചെയ്തിട്ട് പോയിട്ട് ലിവിംഗ് റൂമിൽ ചെന്ന് സിബിനെ തേച്ചത് ഒരു മോശം പരിപാടിയായിട്ട് എനിക്ക് തോന്നി. ശ്രീരേഖയാണ് ഈ പരിപാടി കാണിച്ചത്. നൈസായിട്ട് സിബിനെ തേച്ചു. സിബിന്റെ പ്ലാനിങ് വെള്ളത്തിലാക്കി കൊടുത്തു. എല്ലാവരും ഇൻഡിവിജ്വൽ കണ്ടസ്റ്റൻസ് ആയിട്ട് തന്നെയാണ് അവിടെ വന്നത്. പക്ഷെ സ്വന്തം ഗ്രൂപ്പിനെ വെറുപ്പിച്ച് അവരുടെ വോട്ട് പോലും കിട്ടാൻ ഇടയാക്കാത്തത് ഒരു വലിയ മണ്ടത്തരം തന്നെയാണ്. ആ രീതിയിൽ ശ്രീരേഖ കളിച്ചത് മണ്ടൻ ഗെയിമാണെന്ന് ഞാൻ പറയും. ശ്രീരേഖയേക്കാൾ വോട്ടുകള് നമ്മുടെ ജയദീപിനും നന്ദനയ്ക്കും കിട്ടുമെന്ന് ഞാൻ ഇപ്പോഴേ പ്രെഡിക്റ്റ് ചെയ്യുകയാണ്. അത് കറക്റ്റ് ആയിട്ട് തന്നെ വരും. ശ്രീരേഖയ്ക്ക് ഒരു വോട്ട് പോലും കിട്ടത്തില്ല. സിബിൻ ശ്രീരേഖയോട് ക്ലിയർ കട്ടായിട്ട് പറയുന്നുണ്ട് ഞങ്ങളുടെ ടീം മൊത്തം ജിൻഡോയ്ക്ക് വോട്ട് കൊടുക്കുമെന്ന്. ശ്രീതുവും നിങ്ങളും ചെയ്തത് തെറ്റാണ് എന്ന് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് സിബിൻ. രണ്ടുപേരും എണീറ്റ് നിന്ന് ഇവരുടെ ടീമിനെ നാമാവശിഷ്ടമാക്കി എന്ന രീതിയിലാണ് സിബിൻ സംസാരിക്കുന്നത്. അങ്ങനെ നോക്കിയാൽ ഡെന്നിൽ നിന്ന് രണ്ടുപേരാണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്നത്. സിബിന്റെ ആ തോട്ടിനോട് എനിക്ക് യോജിപ്പില്ല. എന്തായാലും ബിഗ് ബോസ് ആണ് ഈ ഒരു ബാലറ്റ് വോട്ടിംഗ് പരിപാടിയുമായിട്ട് വന്ന് കളിച്ചത്. ആക്ച്വലി എലക്ഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി ഒരിക്കലും എളുപ്പത്തിൽ ജയിക്കാൻ പറ്റുന്ന ഒന്നല്ല. വോട്ടുകൾ മറിയണം, കോമ്പറ്റീഷൻ ടഫ് ആയിരിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. അതാണ് ബിഗ് ബോസ് ഓർത്തത് ഈ ഒരു ബാലറ്റ് വോട്ടിംഗ് കൊടുത്തതോടെ. അതുകൊണ്ടാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ കാര്യം ലാസ്റ്റ് പറഞ്ഞതും സിബിന്റെയും സായിയുടെയും ഒക്കെ പ്ലാനിങ് നൈസായിട്ട് പൊട്ടിച്ചു കൊടുത്തതും. എന്തായാലും വെൽ പ്ലേഡ് ബിഗ് ബോസ്, വെൽ പ്ലേഡ്.